ഫോണുകളുടെ അൺബോക്സിങ്ങോ അല്ലെങ്കിൽ ഫോണുകളെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് ചാനലുകൾ ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ഫോണുകളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവർ പലപ്പോഴും പറയാറുണ്ട് ഈ ഫോണിന് റിവേഴ്സ് ചാർജിങ് സൗകര്യമുണ്ടെന്ന്. എന്താണ് റിവേഴ്സ് ചാർജിങ്? നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഉപകരണം ഉണ്ടെങ്കിൽ, അതായത് ഒരെണ്ണം സോഴ്സും മറ്റൊന്ന് ഡെസ്റ്റിനേഷനുമാണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഹെഡ്സെറ്റിലേക്കോ ഒക്കെ ചാർജ് ബൂസ്റ്റ് ചെയ്യുന്നതന്നെ, നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാർജ് കയറ്റുന്നതിനെയാണ് റിവേഴ്സ് ചാർജിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ വേറെ ചാർജിങ് ഉപകരണങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ കറണ്ടില്ല, അല്ലെങ്കിൽ ചാർജ് എടുക്കാൻ പറ്റിയ യാതൊരു സംവിധാനവുമില്ല. അത്തരം നിവൃത്തികേടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മറ്റൊന്നും ഒരു സോഴ്സും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒന്നിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരു ഉപകരണത്തിലേക്ക് ചാർജ് കടത്തി വിടുന്നതിനെയാണ്, അത് ബൂസ്റ്റ് ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് ചാർജിങ് എന്ന് പറയുന്നത്. റിവേഴ്സ് ചാർജിങ്ങും രണ്ട് തരമുണ്ട്, വയേർഡും വയർലെസ്സും. വയർലെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോണിൻ്റെ മേലെ രണ്ട് ഫോണുകൾ ഒന്നിച്ച് ചേർത്ത് വെച്ചുകൊണ്ടാണ് വയർലെസ് ചാർജിങ് നടക്കുന്നത്. അല്ലാത്ത സ്ഥിതിയിൽ വയേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു OTG കണക്ഷൻ ഉണ്ടെങ്കിൽ അതുപയോഗിച്ചുകൊണ്ട് മറ്റേ ഫോണുമായി കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ നിന്നുള്ള സെറ്റിങ്സിൽ പോയിട്ട് OTG കണ്ടുപിടിച്ച് അങ്ങനെയാണ് മറ്റേതിലേക്ക് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം ചാർജിങ്ങുകളിൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചാർജിങ് വളരെ സ്ലോ ആയിരിക്കും. നമ്മുടെ കറണ്ടിൽ പ്ലഗ് കുത്തിയിട്ട് ചാർജ് ചെയ്യുന്ന പോലെ അത്ര സ്പീഡിലൊന്നും ചാർജ് ആവാറില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോണ് ഇങ്ങനെ റിവേഴ്സ് ചാർജിങ് സൗകര്യമുള്ള ഫോണാണോ എന്നുള്ളത് പരിശോധിക്കണം. സാംസങ്ങിൻ്റെ ഗാലക്സി S സീരീസിലുള്ള പല ഫോണുകളിലും ഇത്തരം സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം ഫോണുകൾ ഉപയോഗിച്ച് നമുക്ക് റിവേഴ്സ് ചാർജിങ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ.